ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് വരവൂർ റിസോർട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ ഒലിച്ചി ഭാഗത്തൊക്കെ ആയിട്ടാണ് ഇങ്ങനൊരു റിസോർട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടൊന്ന് പോയതാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ, അവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ജസ്റ്റ് റിസോർട്ടുകളിലൊക്കെ ഒന്ന് താമസിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്തോളൂ. ഇവിടെ അടിപൊളിയാണ് കാണാനൊക്കെ. ഒരു എക്കോ ഫ്രണ്ട്ലി ആണ് കേട്ടോ ഇവിടെ മെയിനായിട്ടും. പിന്നെ പ്രധാനമായിട്ട് ഇങ്ങനെ മരങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല കൂളിംഗ് ആണ് ഇവിടെ ഉള്ളത്. നമുക്ക് നല്ല തണുപ്പായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് കേട്ടോ ഫുള്ള്. ഞങ്ങൾ മഴയുണ്ട് റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ അത്യാവശ്യം നല്ല മഴയുള്ള ഒരു സമയത്താണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു വീടുകൾ പോലെയാണ് ഓരോ റൂമുകളും ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഈ റൂമുകളുടെ പുറത്ത് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഫുൾ മരങ്ങളാണ് കേട്ടോ. അപ്പോൾ റൂമിൻ്റെ ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ബെഡ് ഉണ്ട്, അതിൻ്റെ ഉള്ള AC ഉണ്ട്, പിന്നെ ഫാൻ ഉണ്ട്, പിന്നെ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനായിട്ട് മേശ, കസേര അങ്ങനത്തെ സംഭവങ്ങളും TV ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്ന ഒരു റൂമാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. റൂമുകളൊക്കെ നല്ല നീറ്റായിട്ട് തന്നെയാണ് കേട്ടോ അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കണത്. പിന്നെ റൂമിനോട് ചേർന്നിട്ട് തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടാണ് നമ്മുടെ ഈ റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇങ്ങനെ നടക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നടക്കുമ്പോൾ തന്നെ ഫുള്ള് മരങ്ങളാണ്, കവുങ്ങ്, മാവ്, പിന്നെ പ്ലാവ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടാണ് കേട്ടോ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ റിസോർട്ട് എന്ന് പറയുന്നത് കുറച്ച് മുകളിലായിട്ടാണ് ആയതുകൊണ്ട് തന്നെ അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയാണ് കേട്ടോ. മരങ്ങളുടെ ഇടയിൽ കൂടെ നമുക്ക് മലകളും ഒക്കെ കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചേക്കണത്. ഇവിടുന്ന് കുറച്ച് പോയാലാണ് കേട്ടോ നമ്മുടെ ഒലിച്ചിയൊക്കെ ഉള്ളത്. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ ഇവിടെ കാണാനായിട്ട്. പിന്നെ നമ്മൾ താഴത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു റൂം കാണാനായിട്ട് കഴിയും. അങ്ങനെ ഒരുപാട് കുഞ്ഞു കുഞ്ഞേ വീടുകൾ പോലത്തെ ഉള്ള ഒരു കിളി വീട് എന്നൊക്കെയാണ് അതിന് പേര് കൊടുത്തേക്കണത്. അപ്പോൾ അതുപോലെയുള്ള റൂമുകളാണ് കേട്ടോ പ്രധാനമായിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ റൂമിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് കാണാൻ പറ്റുന്നത് ബെഡും പിന്നെ TV, മേശ, കസേര എല്ലാത്തിനും ഒരേ സെയിം ആയിട്ടാണ്. പക്ഷെ നല്ല നീറ്റായിട്ടാണ് കേട്ടോ അവർ ഓരോ റൂമും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം ഇതിലുണ്ട് കേട്ടോ. പിന്നെ ഈ റൂമിൻ്റെ ബാത്റൂമും വളരെയധികം ക്ലീൻ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഗേൾസിന് മേക്കപ്പ് ചെയ്യാനായിട്ട് മിററും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ റൂമുകളൊക്കെ അടിപൊളിയായിട്ട് തന്നെയാണ് കേട്ടോ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് നമുക്ക് നടന്നിട്ട് വേറെ റൂമിലേക്ക് ചെല്ലാനുണ്ട്. ഒരുപാട് നടക്കാനായിട്ടുണ്ട് കേട്ടോ. അതായത് വലിയ ഒരു സ്ഥലം എന്നല്ല, എന്നാലും ഒതുങ്ങിയതിൽ അടിപൊളിയായിട്ട് തന്നെയാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അവിടെ പ്രധാനമായിട്ടുള്ള ഒന്നാണ് അവിടുത്തെ മീൻകുളം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മീൻകുളത്തിനോട് ചേർന്നിട്ട് തന്നെ ഉണ്ട് ഈ ഒരു റൂമും. അപ്പോൾ ഈ റൂമിലും പ്രധാനമായിട്ടും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ്, ബെഡൊക്കെയാണ് വരുന്നത്, AC ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു റൂം അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും പറയാനുള്ളത് ഇവർ ഈ റൂമുകളൊക്കെ സൂക്ഷിച്ചിരിക്കുന്നതാണ്. അടിപൊളിയായിട്ട് നല്ല നീറ്റോട് കൂടിയിട്ടാണ് കേട്ടോ എല്ലാതും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.